ആരുടെ കയ്യിലെങ്കിലും പുസ്തകമായിരിക്കും. ഞാൻ ഡോക്ടർ കെ സി ചന്ദ്രശേഖരൻ നായർ. എൻ്റെ ബുക്ക് മക്കളെ നിങ്ങളെല്ലാവരും രക്ഷപ്പെടും. അത് ടെക്നോ പാർക്കിലെ സ്റ്റാർട്ടപ്പുകളുടെ ഒരു ഓർമ്മക്കുറിപ്പാണ്. വർഷം 2006 കേരളത്തിലെ വിശാലമായ പങ്കകളില്ലാത്ത ഒരു കോളേജ് ഓഡിറ്റോറിയത്തിൽ നല്ല ചൂടുള്ള ഒരു വേനൽക്കാലം. പോരെ ഓർമ്മകൾ എത്ര നാളുണ്ടത് ബുക്ക് രൂപത്തിലാക്കി? ഇല്ലില്ല, ഇത് ഓരോ പ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് എഴുതി വായിച്ചും ഞാൻ ക്ലാസ് എടുക്കുന്ന ആളാണ് കോളേജുകളിൽ. ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സാധനമാണ്. ഇവിടെ സർ അതെ, ഇവിടെ നമ്മൾ MLA-യുടെ സ്ഥാനത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. MLA-യുടെ സ്ഥലത്തല്ലേ നമ്മൾ നിൽക്കുന്നത്. എത്തിച്ചേരുന്ന ആരാധ്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ, പുസ്തകം സ്വീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്ന കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടർ, പ്രമുഖ എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ MR തമ്പാൻ സാർ, എഴുത്തുകാരനുമായ ശ്രീ G ഹരി സാർ, ചന്ദ്രശേഖരൻ നായർ സാർ ഉൾപ്പെടെ മെലിൻഡ ബുക്സിന്റെയും ഡോക്ടർ KCയുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖ എഴുത്തുകാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യനെ, മെലിൻഡ ബുക്സിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു ധന്യമായ ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഡോക്ടർ KC ചന്ദ്രശേഖരൻ നായർ സാറിന്റെ അടുത്ത പുസ്തകം ഇന്ന് ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൈകൾ കൊണ്ട് പ്രകാശനം ചെയ്യാൻ കഴിയുന്നത് മെലിൻഡ ബുക്സിനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഡോക്ടർ KC ചന്ദ്രശേഖരൻ നായർ സാറ് നേരത്തെ തന്നെ പല പുസ്തകങ്ങളും ഈ മേഖലയിലെ നവാഗതരായിട്ടുള്ള ആളുകൾക്ക് മാർഗദർശനം നൽകുന്നതിനായിട്ട് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവരാണ് നിങ്ങളെല്ലാം. 1954 കോട്ടയം ജില്ലയിലെ എരുമത്തല എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യകാലത്ത് MPhil-ഉം ബിരുദാനന്തര ബിരുദങ്ങളും നേടിയ എന്റർപ്രണർഷിപ്പിൽ PhD-യും നേടിയിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ്. സംസ്ഥാനത്തിന്റെ പിതാവ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെയും ഉൾപ്പെടെ 17ഓളം ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീ KPP നമ്പ്യാർ കെൽട്രോണിന് പിന്നാലെ ടെക്നോ പാർക്ക് സ്ഥാപിക്കാൻ ഒപ്പം കൂട്ടിയ 5 സഹപ്രവർത്തകരിൽ ഒരാളുടെ അനുഭവങ്ങൾ നിറഞ്ഞ കൃതിയാണ് ഈ പുസ്തകം. ടെക്നോ പാർക്കിന്റെ ചരിത്രത്തിൽ സാറ് ഇന്ന് ഈ പുസ്തകം സ്വീകരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കും. അദ്ദേഹത്തെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രമുഖ സംരംഭകനായിട്ടുള്ള ശ്രീ K സുരേഷ് ഉള്ള ബഹുമാനപ്പെട്ട സദസ്യരെ, മക്കളെ നമ്മളെല്ലാവരും രക്ഷപ്പെടും എന്ന ഒരു വചനം കേൾക്കുമ്പോൾ ഒരു പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിൻ്റെയും അശരീരി പോലെയാണ് തോന്നുന്നത്. പ്രത്യേകിച്ചും ഇവിടുത്തെ യുവതലമുറ. പുസ്തകം അന്നുണ്ടായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയായിരുന്നു.
ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിക്കഴിഞ്ഞു. ഈ പുസ്തകത്തിൽ നിറച്ചിരിക്കുന്ന ഓരോ വാക്കും അദ്ദേഹത്തിൻ്റെ സുദീർഘമായ അനുഭവ സമ്പത്ത്. അതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, ഈ സംരംഭകത്വം എന്ന ഒരു സംജ്ഞ തന്നെ നമുക്ക് വളരെ അടുത്ത കാലത്താണ് പരിചിതമാകുന്നത്. നമുക്ക് ഈ സംരംഭകത്വം അല്ലെങ്കിൽ സംരംഭകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളീയ സമൂഹം അടുത്ത കാലം വരെ ഒരു കുറഞ്ഞ പരിപാടിയായിട്ടാണ് തോന്നുന്നത്. നമുക്ക് ബിസിനസ് അല്ലെങ്കിൽ ഒരു കച്ചവടം അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊക്കെ, ഞാനൊരു നാട്ടിൻപുറത്തു നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ നാട്ടിൻപുറത്തിൽ ഒരു പത്മനാഭൻ്റെ 4 ചക്രം കിട്ടണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഒരു വാസനയായി അതിനെ പോഷിപ്പിച്ച് ആ ശീലത്തെ വളർത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ ഈ ചിന്ത ആകാം എന്നാണ് പഠിക്കുന്നത്. എൻ്റെ അറിവിൽ ഈ കെ.സി. ചന്ദ്രശേഖരൻ നായർ സാറ് ചെയ്തിരിക്കുന്ന സേവനം ഒരു സാക്ഷരതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ശരിയുമാണ്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഈ കൃതിയെയും അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങളെയും നമ്മൾ കാണേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ പുസ്തകം പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മോട് സംസാരിക്കുന്നതിനുമായി ആരാധ്യനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ അവരുടെ ക്ഷണിക്കും. നമ്മോട് സംസാരിക്കുന്ന ആരാധ്യനായ മന്ത്രിയെ ക്ഷണിക്കുക. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുടെ പ്രാധാന്യം ദീർഘമായി ഈ പുസ്തകത്തിലൂടെ ചർച്ച ചെയ്യപ്പെടുന്നു. അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ടുള്ള ഗതാഗത വകുപ്പ് മന്ത്രി അധ്യക്ഷൻ ശ്രീ ഷാനവാസ് മോഹനാട്, ശ്രീ ചന്ദ്രശേഖരൻ നായർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, ഞാൻ എല്ലാവരോടും മാപ്പ് പറയാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. എങ്കിലും ക്ഷണിക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, പണ്ട് റെയിൽവേയെ കുറിച്ച് പറയും, ട്രെയിൻ എത്ര ലേറ്റ് ആയാലും ട്രെയിൻ വരാതിരുന്നിട്ടില്ല. ഒരു ദിവസമൊക്കെ ലേറ്റ് ആവും, പക്ഷേ ചില ട്രെയിനുകൾ കൃത്യസമയത്ത് വരും, പക്ഷെ തലേ ദിവസത്തെ ആയിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അങ്ങനെയൊന്നും ട്രെയിൻ ലേറ്റ് ആവുന്നില്ല. പക്ഷെ ഞങ്ങൾ ഭാരിച്ച പണികളുണ്ടായിട്ടല്ല. ഇന്നിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഗവർണിംഗ് ബോഡിയായിരുന്നു ശ്രീ ചിത്ര എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ. അപ്പോൾ അവിടെ ഒന്നും നമുക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല. ഓരോ അജണ്ടകൾ പോകുമ്പോൾ 5:30 ധാരണ കഴിഞ്ഞു, ക്ഷമിക്കണം. എങ്കിലും മറ്റു പലരും ചെയ്യാത്ത പോലെ നിങ്ങളെല്ലാം സംസാരിച്ച് കഴിഞ്ഞല്ലോ, ഞാൻ സംസാരിക്കാനില്ലല്ലോ. അതുകൊണ്ട് അത്രയും നന്നായി. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ഡോക്ടർ കെ.സി. ചന്ദ്രശേഖരൻ നായർ എഴുതിയിട്ടുള്ള ഈ പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്തതായി അറിയിക്കും. അദ്ദേഹത്തെക്കുറിച്ച് ഇതിൻ്റെ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. സാക്ഷാൽ KPP നമ്പ്യാരുടെ ശിഷ്യൻ എന്ന് തന്നെ പറയാവുന്ന പ്രമുഖനായിട്ടുള്ള ശിഷ്യനാണ്, പ്രമുഖ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരു മിടുക്കനായ ഒരാളാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം സ്വന്തം രീതിയിലും ഒരുപാട് അനുഭവങ്ങളുടെയും ഒരുപാട് കർത്തവ്യ നിർവഹണ പരിചയങ്ങളുടെയും ഭാഗമായിട്ട് പല കാര്യങ്ങളും
മനസ്സിലാക്കിയിട്ടുള്ളതൊന്ന് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ ലളിതമായ ഭാഷയിൽ ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. രക്ഷപ്പെടും. ഇതുപോലൊരു നല്ല ഹെഡിങ് അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന് സമാനമായിട്ടുള്ളത് നമ്മുടെ കേറിവ മക്കളെ എന്നുള്ളത് കഴിഞ്ഞാൽ, അത് ഗോഡ് ഫാദർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നല്ലൊരു ടൈറ്റില് ഈ ടൈറ്റിലാണ് എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഈ ടൈറ്റിലിട്ട ആളെ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തെ ഞാൻ സർവാത്മന അഭിനന്ദിക്കുകയാണ്. മാത്രമല്ല തമ്പാൻ സാറാണെങ്കിൽ 1000-2000 പുസ്തകങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ടൈറ്റിൽ കുറവല്ലേ? കൊള്ളാം. മക്കളെ നിങ്ങളെല്ലാവരും രക്ഷപ്പെടും എന്നുള്ള ഒരു ന്യൂജൻ ടൈറ്റിലാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത്. കാലത്ത് 9 മണിക്ക് ഉദ്ഘാടനം ചെയ്ത് 6 മണിയായപ്പോഴേക്കും എത്ര രൂപയുടെ ബിസിനസ് നടന്നു കാണും? ഇമാജിനേഷൻ 1 lakh. 10 ലക്ഷം. 10 ലക്ഷം. 1 crore. 25 lakhs. We are the typists. ഒരു ടൈപ്പിസ്റ്റ് ആവുക പറഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. അതിൻ്റെ കൂടെ സ്റ്റെനോഗ്രാഫർ ആവുക പറഞ്ഞാൽ കുറച്ചും കൂടെ വലുതായി. അവസാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സാക്ഷാൽ മൂലധനമാണ്. ഇന്നേ ഒരാൾ എല്ലപ്പോഴൊക്കെ ചോദിക്കും, തിരുവനന്തപുരത്താനും ചോദിക്കാറില്ല, മലബാറിലാണ് ചോദിക്കാറില്ല. ഇന്നൊരാൾ ഇറങ്ങിയ ഉടനെ എന്നോട് ചോദിച്ചു, അല്ല മൂലധനത്തിൻ്റെ 3-ാം വള്ളി എവിടെ എത്തി? അപ്പോൾ ഞാൻ നെഞ്ചത്ത് കഴിഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ടോ? ഇത് 3-ാം വള്ളി വായിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ്. ആദരപൂർവ്വം ക്ഷണിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗം സംഭാഷണങ്ങൾ പോകണമെങ്കിൽ ഡോക്ടർ എം ആർ തമ്പാൻ സാർ. ബഹുമാന്യനായ മന്ത്രി ശ്രീ CP ജോൺ വേദിയിലെ സ്വാഗത പ്രസംഗത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ ബയോഡേറ്റ തന്നെ ഇവിടെ അവതരിപ്പിച്ചു. വൈകിയ വേളയിൽ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പിന്നെ പുസ്തകത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സുരേഷ് കുമാർ നന്നായിട്ട് ഇവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. കൂടാതെ മന്ത്രിയും അതിനെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ പറയാത്ത ചില കാര്യങ്ങൾ മാത്രം പരാമർശിക്കട്ടെ. രക്ഷപ്പെടാം മക്കളെ എന്ന് പറയാൻ തോന്നുന്നില്ല. കാരണം മക്കളുടെ പ്രായത്തിലുള്ള ആരും ഇവിടെ ഇല്ല. അനുജന്മാരെ എന്ന് വേണമെങ്കിൽ സംവാദന ചെയ്യാം. പക്ഷേ ഈ ഇരിക്കുന്ന അനുജന്മാരാരും ഇനി സ്റ്റാർട്ടപ്പുകൾ മന്ത്രിവർദ്ധനൊക്കെ തുടങ്ങാനും പോകുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം മക്കളോടും പേരക്കുട്ടികളോടും ഒക്കെ സംരംഭകരാകാൻ പറയാം. ഈ പദമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഞാനത് ഷാനവാസിനോട് പറയുകയും ചെയ്തിരുന്നു. ഞാൻ 70-ലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത് എഡിറ്ററായിട്ട്. അന്ന് NV കൃഷ്ണമാചാര്യ, കുത്തനായ സാർ, എഴുത്തച്ഛൻ തുടങ്ങിയ പ്രമാണിമാരൊക്കെയുള്ള കാലഘട്ടം. ഞങ്ങളുടെ ആദ്യത്തെ ജോലി അതിൻ്റെ പുസ്തകങ്ങൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് ഉതകുന്ന പുസ്തകങ്ങൾ മലയാളത്തിലാക്കുക എന്നാണ് ജോലി. അതിനുള്ള പ്രതിബന്ധം ശബ്ദാവലിയായിരുന്നു. ഇപ്പം ശബ്ദത്തിന് മുമ്പ് പ്രസംഗമാക്കാൻ അദ്ദേഹത്തിന് തിയറിയും അറിയാം, പ്രാക്ടിക്കലും അറിയാം. പ്രായോഗിക മേഖലയിലുള്ള പരിജ്ഞാനം അദ്ദേഹത്തിനുണ്ട്. പലപ്പോഴും പുസ്തകം ഒരുപാട് 4000 പുസ്തകങ്ങൾ ഞാൻ പലരെയും കൊണ്ട് പല വിഷയങ്ങൾ, സമസ്ത വിഷയങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷേ അവർക്കൊക്കെ തിയറി അറിയാം, പക്ഷെ അവർക്ക് പ്രാക്ടിക്കൽ അറിയില്ല. പ്രാക്ടിക്കൽ അറിയാവുന്നവർക്ക് തിയറി അറിയാത്തില്ല. അപ്പോൾ ഇതിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനെയും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ വിവിധ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അപ്പം 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത തൊഴിലാളികളുടെ കത്ത് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. സാറേ, ഞങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഇതെല്ലാം അറിയാം, പക്ഷെ അതിൻ്റെ തിയറി മലയാളത്തിലുള്ള ഈ പുസ്തകം വായിച്ചിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അരവിന്ദാക്ഷൻ സാറിനെ ആദരവോടെ ക്ഷണിക്കും. ബഹുമാന്യനായ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺസ്, ഞാനൊന്നും അറിയുന്നില്ല, ലേറ്റായിട്ട് വന്നുകൊണ്ട് സോറി കേട്ടോ.
ശ്രീ ഷാനവാസ്, എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ KCC നായർ, പ്രിയമുള്ളവരെ, ഏറെക്കാലം ഞാൻ ഈ ഡോക്ടർ KC ചന്ദ്രശേഖരൻ നായരുമായി ഈ പല വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വരുന്നതെല്ലാം ഈ യങ്സ്റ്റേഴ്സിനെ, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറയുക ജെൻസികളെ ഫോക്കസ് ചെയ്തുള്ള കാര്യങ്ങൾ. ഞാൻ അത് പ്രത്യേകിച്ച് പഴയ ബുക്ക്, നേരത്തെ ഇറങ്ങിയ ബുക്കും ഒക്കെ നമുക്കാർക്കും വലിയ കാര്യമില്ല. പക്ഷേ ഈ യങ്സ്റ്റേഴ്സിനെ, യുവ തലമുറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ കോൺട്രിബ്യൂഷൻ, ഞാൻ ഈ തൊട്ട് മുമ്പുള്ള ബുക്ക് ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞ വാക്ക് അതേപടി ഞാൻ ഈ ബുക്കിലിട്ടതാണ്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ വളരെ മോശമായ അനുഭവങ്ങളാണ് ആ ബുക്കിൽ കണ്ടത്. ഇത് ഞാൻ ഇതിനകത്ത് എന്നെ ഏറ്റവും വെറുതെ കാരണം നമുക്ക് സംസാരിക്കാന്ന് ആദ്യം പറഞ്ഞ വാചകം, സാമ്പ്രദായികമായ ജോലി, പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളെ ആശ്രയിച്ചും പ്രതീക്ഷിച്ചും നിങ്ങളിവിടെ ഒതുങ്ങി നിൽക്കരുത്. നിങ്ങൾ തൊഴിലന്വേഷിച്ച് പുറത്തേക്ക് പോകണം, ഹയർ സ്റ്റഡീസ് നടത്തണം. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഇത്തരം ജോലികളിൽ, അതായത് ക്ലറിക്കലാണല്ലോ ഉദ്ദേശിക്കുന്നതാണ് ക്ലറിക്കൽ. അദ്ദേഹം വിദേശ സന്ദർശനം നടത്തിയപ്പോൾ സിംഗപ്പൂരും ജപ്പാനും സന്ദർശിക്കുകയും അവിടെ കച്ചേരി നടത്തുകയും അവിടെ താമസിക്കുകയും ചെയ്തു. അതിൻ്റെ അനുഭവത്തിൻ്റെ പേരിൽ അദ്ദേഹം പറഞ്ഞത്, ഓരോ വീടും ഓരോ യൂണിറ്റാണ്, ചെറിയ സ്മാൾ സ്കെയിൽ പ്രൊഡക്ഷൻ യൂണിറ്റാണ്. കൊച്ചു കുട്ടികളെ വരെ ഉൾപ്പെടുത്തി കുടുംബങ്ങൾ ചെറിയ 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 പാർട്സ്, പലതിൻ്റെയും ഭാഗങ്ങൾ, കമ്പോണൻസ് ഉണ്ടാക്കുന്നു. അവർ ചെറിയ വ്യവസായം വികസിക്കുന്ന ഒരു മാർക്കറ്റിലേക്ക് പോകുന്നു. എങ്ങനെ തൊഴിൽ ഉൽപാദനക്ഷമമാക്കാം, ഉൽപാദനക്ഷമമായ തൊഴിൽ എങ്ങനെ കണ്ടെത്താമെന്ന് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത് തകരുകയാണ് ഉണ്ടായത്. ഞാൻ ദൃക്സാക്ഷിയാണ്, കാരണം എൻ്റെ നാട് അതായതുകൊണ്ടാണ്. പ്രകാശനത്തിനുമായി ഗ്രന്ഥകർത്താവിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ പലരും പറഞ്ഞതുപോലെ മക്കളാരുമില്ല, മുത്തച്ഛന്മാര് മാത്രമേ ഉള്ളൂ എന്നാണ്. ചില അച്ഛന്മാരുണ്ട്, ബാക്കി എല്ലാം മുത്തച്ഛന്മാരാണ്. പക്ഷേ ഈ മുത്തച്ഛന്മാരാണ് കൊച്ചുമക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും വഴികാട്ടുകയും ചെയ്യുന്നത്. അച്ഛനും അമ്മയ്ക്കും ഒന്നും അതിന് സമയമില്ല. കാരണം അവർക്ക് ജോലി തിരക്കും ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടി അവർ അധ്വാനിച്ച് നടക്കുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ സമയം കിട്ടില്ല. പക്ഷെ മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവരെ നല്ല വഴിയിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റും. അത് എൻ്റെ ഒരു ആത്മവിശ്വാസമാണ്. നിങ്ങൾ ഇത്രയും പേരെങ്കിലും ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളത്. കാരണം ഇത് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. എനിക്ക് പല മേഖലകളിൽ നിന്ന്, കെൽട്രോണിൽ നിന്നുള്ള സുഹൃത്തുക്കളുണ്ട്, അതേപോലെ റോട്ടറിയിൽ നിന്നുള്ള സുഹൃത്തുക്കളുണ്ട്. ഇവിടെ പിന്നെ ഈ നേരത്തെ എൻ്റെ സുഹൃത്തൊക്കെ പറഞ്ഞതുപോലെ നമ്പ്യാർ സാറിൻ്റെ ആ ഒരു സഹായത്തിൽ അദ്ദേഹം ഞങ്ങളെ 4-5 പേരെ കൊണ്ടുപോയി ടെക്നോ പാർക്ക് തുടങ്ങിച്ചു. ഈ ടെക്നോ പാർക്കൊക്കെ തുടങ്ങുന്ന കാലത്ത് 90-ലാണ്. അപ്പൊ തുടങ്ങുന്ന കാലത്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം 4 വർഷം 5 വർഷം എടുത്ത് ഒരു കമ്പനിയെ കിട്ടാൻ ടെക്നോ പാർക്കിൽ. 95-ലാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് 2 കമ്പനിയെ കിട്ടുന്നത്. അത് ഈ ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ പോയി ഞങ്ങൾ കുറേ പ്രാവശ്യം റോഡ് ഷോസ് നടത്തി, കുറെ ഈ ബിസിനസ്സുകാരെ വിളിച്ചിട്ട് പ്രോഗ്രാംസ് നടത്തി നോക്കി. ഒരാളും കേരളത്തിലേക്ക് വരില്ല. അവസാനം തീരുമാനം ചെന്നാൽ പിന്നെ കേരളത്തിലുള്ള ആരെങ്കിലും എടുത്ത് നമുക്ക് ഈ സ്ഥാപനങ്ങൾ തുടങ്ങിക്കാം. അങ്ങനെ തുടങ്ങിയ 2-3 സ്ഥാപനങ്ങൾ. ഒരു സ്ഥാപനം ഈ നമ്മുടെ അന്നത്തെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ ചെയർമാനായിരുന്ന CMD ആയിരുന്ന നമ്മുടെ പഴയ ഇലക്ട്രോണിക്സ് ചോക്ക് ഉണ്ടാക്കുന്ന ഒരു കമ്പനി. ഇങ്ങനെ 2 കമ്പനിയാണ് ആദ്യമായിട്ട് ഈ 95-ല് ടെക്നോ പാർക്കിൽ വരുന്നത്. അതിനുശേഷം 97 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു 10-15 കമ്പനികളെ നമുക്ക് കിട്ടി. 97 കാലമായപ്പോഴത്തേന് ഗ്ലോബൽ റിസഷൻ വന്നു. 1 വർഷം ഒരു കമ്പനിയും വന്നില്ല. അപ്പൊ ഇങ്ങനെ വിഷമിക്കുന്ന ഒരു കാലത്ത് ഞാൻ അന്ന് ടെക്നോ പാർക്കിന്റെ CFO ആണ്. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിലായത്, നമ്മൾ മറ്റു ആൾക്കാരുടെ പുറകെ നടന്ന് ഈ കമ്പനികൾ വരണേ എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ
പങ്കെടുത്തപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വന്നിയൊരു സംഭവം, ഡോക്ടർ അത് കഴിഞ്ഞാൽ നേരെ പോകും, നേരെ വന്ന് അവർ ചെരുപ്പ് കുത്തി കാണും, അയാളുടെ ചെരുപ്പ് എടുത്ത് കൊടുക്കും പല ദിവസങ്ങളിലും. അയാൾ ചെരുപ്പ് തുന്നി പോളിഷ് ചെയ്ത് കൊടുക്കും, നേരെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ അവിടെ പോകും. അപ്പൊ ഈ കഞ്ഞി കുടിക്കാൻ പോകുമ്പോഴേ ഇത് ഈ തലമുടിയൊക്കെ നീട്ടി വളർത്തി ആള് പോകുന്നു എന്നുള്ളതല്ലാതെ ഇത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ പിന്നീട് മനസ്സിലാക്കി വന്നപ്പോൾ അവിടുത്തെ ഈ ഗുരുവായൂരപ്പൻ ഹോട്ടലിന്റെ പ്രൊപ്പറൈറ്റർ പരമേശ്വരൻ നായർ ഒരു ദിവസം ചോദിച്ചു, അന്ന് അദ്ദേഹം ചെറുപ്പമാണ്, ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഇന്നയാളാണ്, നമ്മുടെ ISROയിലെ സയന്റിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തി. അതിനുശേഷം പുള്ളിയെ പിന്നെ കാണുന്നത് ഈ സ്പീച്ചിൽ, ഈ പ്രോഗ്രാമിലാണ്. അപ്പൊ ഇതില് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഒരു പ്രസംഗം അത് കേട്ടിട്ട്, എന്നുവെച്ചാൽ അതൊരു അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഒരു ഇലക്ട്രിഫൈങ് സ്പീച്ച് എന്നൊക്കെ പറയേണ്ടി വരും. അത്ര നന്നായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. പറഞ്ഞു, സാർ ഓർമ്മിക്കുന്നുണ്ടോ ഗുരുവായൂരപ്പൻ ഹോട്ടലും കഞ്ഞിയൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം കുറെ നേരം എന്നെ ഇങ്ങനെ നോക്കി നിന്നിട്ട് തലയാട്ടി, വേറെ ഒന്നും പറഞ്ഞില്ല, എന്നാൽ സ്റ്റേജിലാണ് തലയാട്ടിയേ ഉള്ളൂ. അന്ന് എൻ്റെ കൂട്ടത്തില് ഞങ്ങളുടെ അന്നത്തെ ടെക്നോ പാർക്കിന്റെ CEO RK നായർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും RK കെൽട്രോണിയിൽ നിന്നാണ്, ഞങ്ങൾ രണ്ടുപേരോട് പോയിട്ടാണ് ഈ അവാർഡ് മേടിക്കുന്നത്. അപ്പം ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, 7:30 ആയിപ്പോയി. ഞാൻ കൂടുതൽ സംസാരിക്കാൻ പോയാൽ വലിയ പ്രശ്നമാകും. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞു. എനിക്ക് മിനിസ്റ്ററോട് വളരെ നന്ദിയുണ്ട്. മിനിസ്റ്റർ വർക്ക് ചെയ്ത ആളാണ്, ഈ വിൻഡ് എനർജിയിൽ ഒത്തിരി പ്രാഗൽഭ്യമുള്ള ഒരാളാണ്. പിന്നെ അരുൺദാസിനെ കുറിച്ച് പറയണ്ട, ഞങ്ങൾ ചേട്ടാനിയന്മാരായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വിളിക്കുന്നത് അരുൺദാസൻ ചേട്ടൻ എന്നാണ്. ഇവിടെ ഇരിക്കുന്ന പലരും ചേട്ടന്മാരും കുറെ അനിയന്മാരും ഒക്കെ ഉണ്ട്. എന്നെ ചേട്ടാന്ന് വിളിക്കുന്ന കുറെ പേരുണ്ട്. എന്തായാലും ഞാൻ ആദ്യം CP1 പോയെങ്കിലും അദ്ദേഹത്തിന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വന്നതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. ഈ മലയാളത്തിന്റെ ഒക്കെ അതിൻ്റെയൊക്കെ ഒരാള് അദ്ദേഹമാണ്. വളരെ വളരെ നന്ദി. പിന്നെ അദ്ദേഹം ആദ്യത്തെ സ്റ്റാർട്ടപ്പ് സ്റ്റേറ്റ് ആയിരുന്നു. പിന്നെ സ്റ്റാർട്ടപ്പ് ഹാബിറ്റ് പെൻഗ്വിനാണ് പബ്ലിഷ് ചെയ്തത്. ക്ഷണിച്ചത് എന്നാലും വന്ന് ഇതിൽ പങ്കെടുക്കുകയും ഇത്രയും നേരം ഈ സായന്തനത്തിൽ നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന് ഈ എല്ലാവരോടും ഇത്രയും നേരം സംബന്ധിച്ചതിന് വളരെ നന്ദി, നമസ്കാരം. പിന്നെ വിശദമായിട്ട് എന്നെ കുറിച്ച് ഇനി വേറൊന്നും പറയാനില്ല, അത്ര വിശദമായിട്ട് സംസാരിച്ചതാണ്. വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും വരും കേട്ടോ. ഒരു മാസം സമയം വരും. ഞാൻ അയച്ചു തന്നെ. അല്ല ഇത് എനിക്ക് വായിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. അത് അവിടെ ചെല്ലുമ്പോൾ കൊടുത്താൽ മതിയായിരിക്കും. പൈസ അവിടെ ചെല്ലുമ്പോൾ കൊടുത്താൽ. സുരേന്ദ്രൻ അല്ലേ? ഇതാണതിലുള്ള ഏറ്റവും നല്ല ഇന്നത്തെ ഡേറ്റ് വെച്ചോളാം. യെസ്, ജയരാജ്. മതിയല്ലോ. അതെ, അതെനിക്ക്